ഹലോ ഡിയേഴ്സ്, ഇപ്പൊ പലരും പറയുന്ന ഒരു കാര്യമാണ് എന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എന്റെ പങ്കാളിക്ക് വേദനിപ്പിച്ചുകൊണ്ട് ലൈംഗികത്തിൽ ഏർപ്പെടുന്നതാണ് ഇഷ്ടം. ഇപ്പം പെണ്ണുങ്ങളാണെങ്കിലും ചോദിക്കും, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം, കുറച്ചുകൂടി വേദനിപ്പിച്ച് അല്ലെങ്കിൽ അവരുടേതായ ഫാന്റസി കുറച്ച് റഫായിട്ടുള്ള ലൈംഗികബന്ധം ഇഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവരും അല്ല, എന്നാലും കുറെ പേര് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ ഇഷ്ടപ്പെടുന്നത്? ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നോക്കാം. അതിന് മുമ്പ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് വെച്ചപ്പെടുത്ത നെച്ചമ്മനിന്റെ പ്യുവർ ഷിലാജിത്ത് സെക്സോളജിസ്റ്റ് വരെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം രണ്ടുപേർക്കും അവരുടെ ഹോർമോൺസ് ഒക്കെ ബാലൻസ് ആക്കി വെക്കാനും ഓവറോൾ ഹെൽത്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ലൈംഗികപരമായിട്ടുള്ള ഉണർവിനും അതുപോലെ പുരുഷ ഹോർമോണൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിൽ അയണ്, പൊട്ടാസ്യം, ഫ്ലൂവിക് ആസിഡ്, മഗ്നീഷ്യം ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. സ്റ്റാമിന കൂട്ടാൻ മാത്രമല്ല രണ്ടുപേരുടെ എനർജി ലെവൽ കൂട്ടാനും സഹായിക്കുന്നുണ്ട്. പവറും സ്ട്രെങ്തും വെൽബീയിങ്ങും ഓവറോൾ ഹെൽത്തും കൂട്ടുന്നു, പുരുഷ ഹോർമോൺ കൂട്ടുന്നു, സ്ത്രീകൾക്കാണെങ്കിലും ഹോർമോൺസ് എല്ലാം ബാലൻസ് ആക്കി വെക്കാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്നു. ഈ പ്രൊഡക്റ്റ് ക്ലിനിക്കലി പ്രൂവൺ ആണ്, 100% നാച്ചുറൽ ആണ്, ആയുഷ് സർട്ടിഫൈഡ്, GMB AS സർട്ടിഫൈഡ് ഒക്കെ ഉള്ളതാണ് കേട്ടോ. പയർമണീന്റെ അത്രയും എടുക്കുക, എന്നിട്ട് അത് ഇങ്ങനെ ഇളം ചൂടുവെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് രാവിലെ എംറ്റി സ്റ്റമക്കിലോ അതുപോലെ വൈകുന്നേരം അല്ലെങ്കിൽ പാലിൽ ഇളം ചൂട് പാലിലാണെങ്കിലും ഇത് കുടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ 2 നേരം നിങ്ങൾ കുടിക്കണം. ഇതിനകത്തുള്ള ഫ്ലൂവിക് ആസിഡ് റിജുവിനേറ്റർ ആയിട്ട് നിങ്ങൾക്ക് യൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ന്യൂട്രീഷനൊക്കെ അബ്സോർബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ലിംഗത്തിലേക്ക് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ എത്തിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അയൺ അറിയില്ല നിങ്ങളുടെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും. മഗ്നീഷ്യം നിങ്ങളുടെ മസിലിനെ സ്ട്രെങ്ത് ആക്കുമ്പോൾ പൊട്ടാസ്യം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഹെൽത്തിനെ നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടി സഹായിക്കും. ഇതൊക്കെ നിങ്ങളുടെ നല്ല ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്യാം കേട്ടോ. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ റഫായിട്ടുള്ള ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്നത്? സൈക്കോളജിക്കലും ഫിസിയോളജിക്കലും സോഷ്യൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്. ചില സ്ത്രീകൾക്ക് പുരുഷന്റെ സറണ്ടർ ചെയ്യുന്ന പോലെ അവനാണ് എന്റെ ഉടമ എന്നുള്ള രീതിയിൽ ലൈംഗികത്തിൽ ഏർപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കും ഇത് ഇഷ്ടമുള്ളതാണെന്നാ പറയുന്നത്. ചില സ്ത്രീകളുടെ ഡിസയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് അഗ്രസീവ് ഒക്കെ കാണിച്ച് അതാണ് യഥാർത്ഥ ഡിസയർ എന്ന് കാണിക്കുന്നത്. അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ, അതായത് അവരുടെ ഡിസയർ ആ ഒരു റഫ്നെസ്സിലൂടെ കാണിക്കുമ്പോൾ അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ട്രസ്റ്റും ഡീപ്പ് ഇമോഷണൽ കണക്ഷനും ഭയങ്കര സേഫ്റ്റി കഴിഞ്ഞാൽ ഇവന്റെ കൂടെ സേഫ് ആയിരിക്കും എന്നൊക്കെ ഉള്ള തോന്നലുള്ളവർക്ക് ഇത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എത്രയൊക്കെ വേദന ഏൽപ്പിച്ചാലും എങ്ങനെയൊക്കെ ചെയ്താലും ഞാൻ ഇവന്റെ അടുത്ത് സേഫ് ആണ് എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ആഗ്രഹം ഉണ്ടാവുന്ന പറഞ്ഞു. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ശരിക്കും അവർ ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ഒക്കെ ആയിരിക്കും എന്നൊക്കെ പറയുന്നു. അതുപോലെ ഒരു മെന്റൽ ബ്രേക്കിന് വേണ്ടിയിട്ട് ആങ്സൈറ്റി ഒക്കെ ഒന്ന് സ്ട്രെസ് ഒക്കെ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തരത്തിലുള്ള ആക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പൊ റഫായിട്ടുള്ള ഒരു ഫോഴ്സ് ആയിട്ടുള്ള ഒരു ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ശരിക്കും അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിട്ടും പറയുന്നുണ്ട്. ഇനി ഫിസിക്കൽ ബയോളജിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഹാർഡായിട്ടുള്ള ഫോഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം അങ്ങോട്ടേക്ക് ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടാനും ഭയങ്കര ഒരു ഉത്തേജനം കൂടുതലായിട്ട് കിട്ടാനും അവർക്ക് മാത്രമേ ഭയങ്കര ഇന്റൻസ് ആയിട്ടൊരു ജന്മൂർച്ച കിട്ടാനും അവർക്ക് സഹായിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ മുടി പിടിച്ച് വലിക്കുമ്പോഴോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എൻഡോർഫിൻ മാത്രമല്ല അഡ്രിനാലിനും കൂടി ആ സമയത്ത് ഒരേപോലെ റിലീസ് ആകുന്നതുകൊണ്ട് തന്നെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സുഖവും രതിമൂർച്ചയൊക്കെ കിട്ടാൻ പറ്റുന്നതായിട്ട് പറയുന്നുണ്ട്. സ്റ്റഡീസും പറയുന്നത് ഇങ്ങനെ ഫാസ്റ്റ് റഫായിട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തമ്മിൽ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ രതിമൂർച്ച എത്താൻ വേണ്ടി സഹായിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പൊ കൾച്ചറായിട്ടുള്ള ഇൻഫ്ലുവൻസും ഉണ്ട്. കൂടുതലായിട്ട് ഇതുപോലുള്ള വീഡിയോസ് കാണുന്നത്, ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും തയ്യാറാകുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു അക്സെപ്റ്റൻസ് ഒക്കെ രണ്ടുപേരുടെ ഇടയിലൊക്കെ വരുന്നത് ഒക്കെ ഇത് ചെയ്യാനുള്ള ഒരു കാരണമായിട്ടും പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ രണ്ടുപേർക്കും ഇത് ഇഷ്ടമുള്ളവരെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടാകും, കൺസെന്റ് ഉണ്ടാവില്ല. രണ്ടുപേരെ കമ്മ്യൂണിക്കേഷനിലൂടെ എങ്ങനെ ചെയ്യണം, എത്ര വരെ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള ഒരു കാര്യം ആദ്യം സംസാരിക്കണം. അതുപോലെ എത്രമാത്രം വേദന അല്ലെങ്കിൽ എത്രമാത്രം ഇത് ഒരു സൈന് നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ചു. ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും എനിക്ക് കൂടുതലാണ്, അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്കോ നിർത്തണം എന്നൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു സൈന് രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആദ്യമേ വെക്കണം. ചിലപ്പോൾ എന്തെങ്കിലും വേർഡുകളോ എന്തെങ്കിലും മതിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ സമയത്തേക്ക് ഇത് നിർത്തണം എന്നുള്ള ലെവലില്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഫ്റ്റർ കെയർ എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വേദനയും ചിലപ്പോൾ യോനിയിലൊക്കെ കൂടുതൽ തടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ടുപേർക്കോ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പൊ ആഫ്റ്റർ കെയറിന് നിങ്ങൾ ടൈമിംഗ് കണ്ടെത്തുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂട്ടാൻ വേണ്ടി. Okay, thanks for watching my video. See you next time with a new topic. Bye bye.